ഹലോ സ്റ്റുഡൻസ്, മാത്സ് റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് മൊഡ്യൂൾ 3ലെയും മൊഡ്യൂൾ 4ലെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. 2022ലും 2023ലും ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് 7 മാർക്സിൻ്റെ എസ് എ ക്വസ്റ്റ്യൻസും 3 മാർക്സിൻ്റെ ഷോർട്ട് എസ് എ ക്വസ്റ്റ്യൻസുമാണ് നോക്കുന്നത്. സോ ആദ്യം നമുക്ക് 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ മൊഡ്യൂൾ 3ന്ന് നിങ്ങൾക്ക് 2 എസ് എ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. സോ ഇവിടെ ഇത് 2022ലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇവിടെ 7 or 8 ഏഴാമത്തെയും എട്ടാമത്തെയും ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യനും 9ാമത്തെയും 10ാമത്തെയും ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. സോ അങ്ങനെ 2 എസ് എ അറ്റൻഡ് ചെയ്യാം. രണ്ടിനും കൂടി ആയിട്ട് നിങ്ങൾക്ക് 14 മാർക്കാണ് എസ് എ പാർട്ടിൽ തേർഡ് മൊഡ്യൂളിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, വെയിറ്റേജ് കൂടുതലുള്ള മൊഡ്യൂളാണ് തേർഡ് മൊഡ്യൂൾ. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് എങ്ങനെ ചെയ്തത് നോക്കാം. 7th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രേറ്റ് 3x² - 4x + 6 വിത്ത് റെസ്പെക്ട് ടു എക്സ്. ജസ്റ്റ് ഇൻ്റഗ്രൽ 3x² - 4x + 6 dx. അതാണ് ക്വസ്റ്റ്യൻ്റെ മീനിങ്. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ്റെ മീനിങ് ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. പിന്നെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. പിന്നെ അതിൻ്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് ഇൻ്റഗ്രൽ x log x. x log x എന്ന് പറഞ്ഞാൽ x × log x, ദാറ്റ് ഈസ് അവിടെ നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ഓരോന്നായിട്ട് ആൻസേഴ്സ് നോക്കാം. സോ സെവൻത്ത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇൻ്റഗ്രേറ്റ് 3x² - 4x + 6 വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതായത് എന്താണ്? ഇൻ്റഗ്രൽ 3x² - 4x + 6 dx. ഇൻ്റഗ്രേറ്റ് എങ്ങനെ ചെയ്യുക? 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റൻറ്റ്, സോ 3 എന്ന് തന്നെ എഴുതുക. ആൻഡ് x² ഇൻ്റഗ്രൽ എന്ത് വരും? x² ഇൻ്റഗ്രൽ വരുന്നത് x³ / 3 - 4 കോൺസ്റ്റൻറ്റ്. എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 പ്ലസ് 6 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 6ൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും? 6x + c. ലിമിറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എന്ത് എഴുതും? ഒരു പ്ലസ് c എന്നും കൂടി എഴുതും. സോ അതാണ് 3 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇൻ്റഗ്രൽ x log x dx ആയിരുന്നു. 7th ക്വസ്റ്റ്യനിലെ ബി പാർട്ട് ഇൻ്റഗ്രൽ x log x. x log x വരുമ്പോൾ അത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആയിരുന്നു. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് എന്തായിരുന്നു റൂള്? ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് dx. സോ ആ ഒരു റിസൾട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. റിസൾട്ട് എക്സാമിന് എഴുതിയിട്ടുണ്ടെങ്കിൽ 1 മാർക്കാണ്. ഇവിടെ uv dx വെച്ചിട്ടാണ് എഴുതിയത്. നമ്മൾ പഠിച്ച പോലെ ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് dx എന്നുള്ള രീതിയിൽ എഴുതിയാൽ മതി. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് dx. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? x log x. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു log x വരികയാണെങ്കിൽ എപ്പോഴും ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് ആരെ എടുക്കണം? log xനെ എടുക്കണം. സെക്കൻഡ് ഫംഗ്ഷൻ ആയിരിക്കും x. അതാണ് ഇവിടെ ഫസ്റ്റ് log x എഴുതി, പിന്നെ x എഴുതി. ഇനി ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻറ്റു log x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് x. സോ ഇത് ആൻസർ കീ ആണ്. ഇതിനകത്ത് ആ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതും കൂടി എഴുതാം. log x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് x മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് log x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് x dx. അങ്ങനെയാണ് വരിക. സോ എങ്ങനെ വരും? log x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് x എന്ന് പറഞ്ഞാൽ എന്താണ്? x² / 2 മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് log x. ഡെറിവേറ്റീവ് ഓഫ് log x എന്താണ്? 1/x ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് x x² / 2 dx. ദാറ്റ് ഈസ് log x ഇൻറ്റു x² / 2 മൈനസ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഈ /2നെ പുറത്തേക്ക് എടുക്കും. ഓക്കെ, സോ ആ ഒരു സ്റ്റെപ്പ് പുറത്ത് വയ്ക്കുക. ഇവിടെ എന്താ ചെയ്യുക? നമ്മൾ ഈ ഒരു പോർഷനിൽ എന്താ ഉണ്ടാവുന്നത്? /2നെ പുറത്തേക്ക് എടുക്കും. സോ ഇങ്ങനെ ഒരു ഇൻ്റഗ്രൽ 1/2 പുറത്തുണ്ടായിരിക്കും. 1/x ഇൻറ്റു x². സോ ഇവിടെ നിന്ന് ഒരു എക്സും വെട്ടാം, ഇവിടെ നിന്ന് താഴെയുള്ളൊരു എക്സും വെട്ടാം. ബാക്കി അവിടെ എന്തുണ്ടാവും? x dx. ഇനി ഇൻ്റഗ്രൽ x dx എന്തായിരുന്നു? x²/2. ദാറ്റ് ഈസ് 1/2 പുറത്തുണ്ട്. ഇൻ്റഗ്രൽ x x²/2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 × 2 4 വരും. 1 × x². സോ ദാറ്റ് ഈസ് x²/4. ഓക്കെ,
സോ അതാണ് ഡയറക്റ്റായിട്ട് ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഇവിടെ x²/4 എന്ന് എഴുതുക. നിങ്ങൾ എഴുതുമ്പോൾ മാക്സിമം സ്റ്റെപ്സ് കൂട്ടി എഴുതുക. നമ്മൾ ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത് ഇൻ്റഗ്രൽ x log x ആണ്. സോ നിങ്ങൾക്ക് എന്തും എക്സ്പെക്റ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ log x എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനും എക്സ്പെക്റ്റ് ചെയ്യുക, ഇൻ്റഗ്രൽ x² log x എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനും എക്സ്പെക്റ്റ് ചെയ്യാം. മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമ്പോൾ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാതെ അതുമായി റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് സാധ്യത. സോ എന്ത് ചെയ്യുക, ഇതുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ ക്ലാസ്സിൽ ചെയ്ത വേറെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ആ ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് നോക്കി വയ്ക്കാം. ഓക്കെ, ഇനി അവിടെ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഇൻ്റഗ്രൽ 0 to 1 1/1 + x² dx. ഓക്കെ, ഇതായിരുന്നു ക്വസ്റ്റ്യൻ വന്നത്. ഇൻ്റഗ്രൽ 0 to 1 1/1 + x² dx 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ഇതെങ്ങനെ ചെയ്യാം? ഞാൻ പറഞ്ഞിരുന്നു ഫ്രാക്ഷൻ വരികയാണെങ്കിൽ ഡിനോമിനേറ്ററിന് u കൊടുക്കണമെന്ന്. പക്ഷേ ഇവിടെ നമ്മൾ ഫ്രാക്ഷൻ വന്നു, ഡിനോമിനേറ്ററിന് u കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ, ഇത് നമ്മൾ ഓൾറെഡി ആദ്യം ആ ഫസ്റ്റ് ഡേ എഴുതി തന്ന 17 റിസൾട്ടിലെ ഒരെണ്ണമായിരുന്നു ഇൻ്റഗ്രൽ 1/1 + x² dx. എന്തായിരുന്നു ഇൻ്റഗ്രൽ 1/1 + x² dx? tan 1x + c. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. ഇൻ്റഗ്രൽ 1/1 + x² dx എന്ന് പറഞ്ഞാൽ എന്താണ്? tan 1x + c ആണ്. സോ അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് വരുമ്പോൾ 0 to 1 1/1 + x² dx എന്ത് വരും? ആദ്യം നമ്മൾ ലിമിറ്റ് ഇല്ലാതെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ലിമിറ്റ് ഇല്ലാതെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും? tan 1x. ലിമിറ്റ് എവിടം തൊട്ട് എവിടം വരെയാണ്? 0 മുതൽ 1 വരെ. സോ tan 1x ഫ്രം 0 to 1. ഇനി റൂൾ എന്തായിരുന്നു? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ദാറ്റ് ഈസ് tan 1 എക്സിന് ആദ്യം 1 കൊടുക്കുന്നു, ദെൻ 0 കൊടുക്കുന്നു. സോ tan 1 മൈനസ് tan 0. ദാറ്റ് ഈസ് tan 1 എന്ന് പറഞ്ഞാൽ എന്താ? tan 1 നിങ്ങൾക്ക് കിട്ടുക 45 ഡിഗ്രിയാണ്. tan 1 ഈസ് 45 ഡിഗ്രി ആൻഡ് tan 0 എന്താണ്? 0 തന്നെയാണ്. സോ അതിന് നമുക്ക് ഇങ്ങനെ എഴുതാൻ 45 ഡിഗ്രി പറഞ്ഞാൽ 45 മൈനസ് 0 ഈസ് 45. 45 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? π/4. സോ ആൻസറായിട്ട് നമുക്ക് എഴുതാം π/4. ഇനിയിപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് π/4 എന്ന് കിട്ടിയില്ലെങ്കിൽ 45 ഡിഗ്രി എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫുൾ മാർക്ക് കിട്ടും. സോ അത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇൻ്റഗ്രൽ x sec²x tan x² dx. സോ ഇത് സബ്സ്റ്റിറ്റ്യൂഷനിലെ ക്വസ്റ്റ്യനാണ്. 4 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നതാണ്. ഇൻ്റഗ്രൽ x sec² tan x² dx. ഓക്കെ, ക്ലാസ് ചെയ്തതാണ്. ഇതെങ്ങനെ ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമുക്കറിയാവുന്ന ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ എക്സിന് പകരം x² വന്നു. നമുക്കറിയാവുന്ന റിസൾട്ട് എന്തായിരുന്നു? ഇൻ്റഗ്രൽ sec tan x. എന്തായിരുന്നു? ഇൻ്റഗ്രൽ sec tan x dx ഈസ് sec x. ഇൻ്റഗ്രൽ sec tan x dx എന്തായിരുന്നു? sec x ആണ്. സോ ഇവിടെ sec xലെ എക്സിന് പകരം x² വന്നു, tan xലെ എക്സിന് പകരവും x² വന്നു. സോ എങ്ങനെ വരും? sec x² tan x² dx. പിന്നെ ഇവിടെ ഒരു എക്സും ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? എക്സിന് പകരം x² വന്നിട്ടുണ്ടെങ്കിൽ ആ എക്സിന് x²ന് u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ അവിടെ ലെറ്റ് u = എന്തെടുക്കും? u = x² എടുക്കും. u = x² എടുത്തിട്ടുണ്ടെങ്കിൽ du/dx എന്ത് വരും? du/dx = x²ൻ്റെ ഡെറിവേറ്റീവ് 2x. ഇനി എന്ത് ചെയ്യും? 2നെ അങ്ങോട്ട് കൊണ്ടുവരും, dxനെ അങ്ങോട്ട് കൊണ്ടുപോകും. സോ du/2 = x dx. എന്താ കിട്ടിയത്? du/2 = x dx എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഓരോന്നായിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത്. നമുക്ക് കിട്ടിയത് du/2 = x dx. x²ന് u കൊടുത്തു, du പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുവിൻ്റെ du/dx പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2x വരും. സോ du/2 പറഞ്ഞിട്ടുണ്ടെങ്കിൽ x dx. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എഴുതാം. ക്വസ്റ്റ്യനെ മാറ്റി എഴുതാം. സോ sec x² tan x². sec x² tan x²ന് പകരം എന്ത് എഴുതാം?
സീക്ക് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ യു, സീക്ക് യു ടാൻ യു. പിന്നെ ഇവിടെ ബാലൻസ് ഉള്ളത് ഒരു എക്സും ഉണ്ട് ഡി എക്സും ഉണ്ട്. എക്സ് ഡി എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഡി യു ബൈ ടു. സോ ഇൻ്റഗ്രൽ സീക്ക് യു ടാൻ യു ഡി യു ബൈ ടു. സോ ആരെ പുറത്തെടുക്കാം അതിൽ നിന്ന്? ഈ ഡിവൈഡഡ് ബൈ ടുവിനെ പുറത്തെടുക്കാം. അപ്പോൾ എങ്ങനെ കിട്ടും നമുക്ക്? ഡി യു ബൈ 1/2നെ ഇവിടുന്ന് പുറത്തെടുക്കാം. അപ്പോൾ എങ്ങനെ കിട്ടും? 1/2 ഇൻ്റഗ്രൽ സീക്ക് യു ടാൻ യു ഡി യു. ദാറ്റ് ഈസ് എന്തായിരുന്നു സീക്ക് യു ടാൻ യു ഡി യു പറയുമ്പോൾ? സീക്ക് എക്സ് ടാൻ എക്സ് വരികയാണെങ്കിൽ സീക്ക് എക്സ്, അപ്പോൾ സീക്ക് യു ടാൻ യു വരികയാണെങ്കിൽ സീക്ക് യു. സോ ആൻസർ എന്ത് വരും? 1/2 പുറത്തുണ്ട്, 1/2 സീക്ക് യു പ്ലസ് സി. യുവിൻ്റെ വാല്യൂ എന്താണ്? എക്സ് സ്ക്വയർ. സോ 1/2 സീക്ക് എക്സ് സ്ക്വയർ പ്ലസ് സി. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഇൻ്റഗ്രേഷനും കൂടി ഒന്ന് നോക്കുക. ഇതിനകത്ത് എക്സിന് പകരം വേറെ ഫംഗ്ഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രത്യേകിച്ച് നിങ്ങൾ എടുത്തു നോക്കേണ്ട ഒരു സൈൻ ലോഗ് എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ യു കൊടുക്കേണ്ടത് ലോഗ് എക്സിനാണ്. പിന്നെ അതുപോലെ ഇ റൈസ് ടു എക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇ റൈസ് ടു എക്സിൽ എക്സിന് പകരം എക്സ് സ്ക്വയർ വരുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്രയാണ് 2022 7 മാർക്കിന് ചോദിച്ചിട്ടുള്ള 4 ക്വസ്റ്റ്യൻസ്. സോ 4 എണ്ണത്തിൽ ഏതെങ്കിലും രണ്ടല്ല, ആദ്യത്തെ 2 എണ്ണത്തിൽ ഒരെണ്ണവും രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഒരെണ്ണമാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. 7 മാർക്കാണ് കിട്ടുക. ഏകദേശം ഈ മോഡലിൽ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. സോ മാക്സിമം നോക്കാം. ഇനി നമുക്ക് ഓക്കെ, നമ്മൾ 2 ക്വസ്റ്റ്യനെ ഡിസ്കസ് ചെയ്തുള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. 9th ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 7 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇൻ്റഗ്രൽ കോസ് എക്സ് ബൈ 1 + sin x dx. സോ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു എന്താ ചെയ്യേണ്ടത്. ഫ്രാക്ഷൻ വരികയാണെങ്കിൽ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എല്ലാ വർഷവും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രാക്ഷൻ വരികയാണെങ്കിൽ നമ്മൾ ആർക്ക് യു കൊടുക്കണം? ഡിനോമിനേറ്ററിന്, അതായത് 1 + sin xന് യു കൊടുക്കണം. അപ്പോൾ ഡി യു ബൈ ഡി എക്സ് എന്ത് വരും? ന്യൂമറേറ്റർ കോസ് എക്സ് ഡി എക്സ് വരും. ഡി യു ബൈ ഡി എക്സ് എന്ത് വരും? കോസ് എക്സ് വരും. ഡി യു എന്ത് വരും? കോസ് എക്സ് ഡി എക്സ് വരും. ഓക്കെ, സോ ഇനി നമുക്ക് എന്ത് ചെയ്യും? ക്വസ്റ്റ്യനെ മാറ്റി എഴുതാം. ക്വസ്റ്റ്യനെ മാറ്റി എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സിന് പകരം ഡി യു, 1 + sin xന് പകരം യു. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഡി യു ബൈ യു. ഇൻ്റഗ്രൽ ഡി യു ബൈ യു പറഞ്ഞാൽ എന്തായിരുന്നു? ലോഗ് യു പ്ലസ് സി. യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 + sin x. ലോഗ് 1 + sin x പ്ലസ് സി. ഇവിടെ ലിമിറ്റ് ഉണ്ടായിരുന്നു 0 to π/2. സോ എങ്ങനെ കൊടുക്കാം? ലോഗ് 1 + sin x ഫ്രം 0 to π/2. ഇനി എന്താണ്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. എക്സിന് ആദ്യം ഏത് വാല്യൂ കൊടുക്കും? π/2 കൊടുക്കും. ദെൻ എക്സിന് 0 കൊടുക്കും. ലോഗ് 1 + sin π/2 മൈനസ് ലോഗ് 1 + sin 0. ഇനി sin π/2ൻ്റെ വാല്യൂ എന്താണ്? sin π/2 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90 ഡിഗ്രി. അപ്പോൾ sin π/2 പറഞ്ഞാൽ sin 90 1 ആണ്. അപ്പോൾ ഇവിടെ ലോഗ് 1 + 1 വരും. ദാറ്റ് ഈസ് ലോഗ് 2 മൈനസ് ഇവിടെ എന്ത് വരും? ലോഗ് 1 + sin 0 എന്തായിരുന്നു? 0 ആയിരുന്നു. സോ ലോഗ് 1 + 0 ദാറ്റ് ഈസ് ലോഗ് 1 എന്ന് വരും. ലോഗ് 2 മൈനസ് ലോഗ് 1. ലോഗ് 1ൻ്റെ വാല്യൂ എന്തായിരുന്നു? 0 ആയിരുന്നു. സോ ആൻസർ ഈസ് ലോഗ് 2. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ ചെയ്തിരുന്നു റിവിഷൻ ടൈമിലൊക്കെ. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യണം ഫ്രാക്ഷൻ വരുന്നത്. അടുത്ത ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞില്ലേ ഇ റൈസ് ടു വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ നോക്കണം സബ്സ്റ്റിറ്റ്യൂഷനിൽ എന്നുള്ളത്. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇ റൈസ് ടു ടാൻ എക്സ് സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ ആർക്ക് കൊടുക്കണം? ഇ റൈസ് ടു ടാൻ എക്സ് സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ആണ്. സോ ഇ റൈസ് ടു എക്സിൽ എക്സിന് പകരം ടാൻ എക്സ് വന്നു. സോ യു ഈക്വൽ ടു ടാൻ എക്സ് കൊടുക്കുന്നു. ഡി യു ബൈ ഡി എക്സ് എന്ത് വരും? സീക്ക് സ്ക്വയർ എക്സ് വരും. ഡി എക്സിന് അങ്ങോട്ട് കൊണ്ടുപോയാൽ ഡി യു ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ്. ക്വസ്റ്റ്യനെ മാറ്റി എന്ത് എഴുതും? ഇ റൈസ് ടു ടാൻ എക്സിന് പകരം ഇ റൈസ് ടു യു, സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സിന് പകരം എന്ത് എഴുതാം? ഡി യു. സോ ഇൻ്റഗ്രൽ ഇ റൈസ് ടു യു ഡി യു. ഇനി എന്താ ഇ റൈസ് ടു യുവിൻ്റെ ഇൻ്റഗ്രൽ? ഇ റൈസ് ടു എക്സിൻ്റെത് ഇ റൈസ് ടു എക്സ് തന്നെ. അപ്പോൾ ഇ റൈസ് ടു യുവിൻ്റെത് ഇ റൈസ് ടു യു പ്ലസ് സി. ദാറ്റ് ഈസ് ഇ റൈസ് ടു ടാൻ എക്സ് പ്ലസ് സി. 3 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. ഇനി ആ ക്വസ്റ്റ്യനിൽ തന്നെ 4 മാർക്കിൻ്റെ ബി പാർട്ട് നോക്കാം.
എന്തായിരുന്നു 0 to pi cos square x dx ആയിരുന്നു. 0 to pi cos square x dx. ഇനി ഇൻ്റഗ്രൽ കോസ് സ്ക്വയർ എക്സ്, ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ്, ഇൻ്റഗ്രൽ സൈൻ ക്യൂബ് എക്സ് ഏതെങ്കിലും ഒരെണ്ണം ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. ഞാൻ നോക്കാൻ പറഞ്ഞിരുന്നു. സോ അത് നോക്കി വയ്ക്കുക. എങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 + cos 2x/2 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ കോസ് സ്ക്വയർ എക്സ് പറയുമ്പോൾ ഇൻ്റഗ്രൽ 1 + cos 2x/2 ഡിവൈഡഡ് ബൈ 2നെ പുറത്തെടുക്കുന്നു. സോ 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 1 + cos 2x dx വരും. ഇനി 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ്, കോസ് 2xൻ്റെ എന്തായിരുന്നു? sin 2x/2. cos xൻ്റെ sin x, അപ്പോൾ cos 2xൻ്റെ sin 2x ഡിവൈഡഡ് ബൈ 2. ഓക്കെ, പ്ലസ് സി ഉണ്ട്. ലിമിറ്റ് വരുമ്പോൾ നമ്മൾ ആ പ്ലസ് സി എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി. ഇനി ഇതേ ക്വസ്റ്റ്യൻ സൈൻ സ്ക്വയർ എക്സ് ആണ് ചോദിച്ചെങ്കിൽ ഇവിടെ എന്തായിട്ട് മാറും? എല്ലാം ഒരു മൈനസ് വരും. നോട്ടിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് രണ്ട് സൈഡിലും ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റിലും ഇൻഡെഫിനറ്റിലും ചെയ്തിട്ടുണ്ട്. രണ്ട് ക്വസ്റ്റ്യനും നന്നായിട്ട് നോക്കുക. ഇനി ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 to pi ആണ്. സോ 1/2 x + sin 2x/2 ഫ്രം 0 to pi. ഓക്കെ, ലിമിറ്റ് കൊടുക്കുന്നു. ടേംസ് എല്ലാം കുറേ കട്ടായി. sin 2π അറിയുമ്പോൾ 0 ആയിട്ട് പോവും. പിന്നെ ഇവിടെ sin 0 0 ആവും, ഈ ടേം 0 ആവും. ബാക്കി ആൻസർ എന്തേ വരുള്ളൂ? 1/2 ഇൻറ്റു പൈ എന്നത് മാത്രമേ ആൻസർ വരുള്ളൂ. സോ അതെന്ത് ചെയ്യുക? നോക്കുക. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ 3 മാർക്കിന് ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ലിമിറ്റ് ഇല്ലാതെയാണ്. സോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, ഇനി 2023 7 മാർക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ കണ്ടോ, 2 essay ക്വസ്റ്റ്യൻസ് ഉണ്ട്. 9 or 10 എന്ന് ഒരു ക്വസ്റ്റ്യൻ എഴുതണം. അതുപോലെ 11 or 12 എന്ന് ഒരു ക്വസ്റ്റ്യൻ എഴുതണം. സോ ഇങ്ങനെ 2 essay ക്വസ്റ്റ്യൻസ് 14 മാർക്കിനാണ് തേർഡ് മൊഡ്യൂളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത്. സോ നമുക്കിവിടെ ഓരോ ക്വസ്റ്റ്യനായിട്ട് നമുക്കിനി നോക്കാം. സോ 9th ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ഇൻ്റഗ്രൽ sec square x ഡിവൈഡഡ് ബൈ √1 - tan square x dx. റൂട്ട് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു റൂട്ടിൻ്റെ ഉള്ളിലുള്ള ടേമിനാണ് യു കൊടുക്കേണ്ടത്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ് ചെയ്താണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഈ ക്വസ്റ്റ്യനിൽ ചെറിയ ചേഞ്ച് ഉണ്ട്, നമ്മളതുകൊണ്ട് സ്റ്റാർ മാർക്ക് ഇട്ട് വെക്കണം എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താ അവിടെ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ റൂട്ടിലുള്ള കംപ്ലീറ്റ് ടേമിന് കൊടുക്കൂല. യു ആർക്ക് മാത്രമേ കൊടുക്കുള്ളൂ? tan x മാത്രമേ നമ്മൾ യു എന്ന് എടുക്കുള്ളൂ. യു = tan x മാത്രമേ എടുക്കുള്ളൂ. 1 - tan square x കംപ്ലീറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും ക്വസ്റ്റ്യൻ. സോ ഇവിടെ നമ്മൾ സിമ്പിളായിട്ട് ആർക്കേ എടുക്കുള്ളൂ? tan x മാത്രമേ എടുക്കുള്ളൂ. സോ ഇവിടെ യു = tan x. അപ്പോൾ du/dx എന്ത് വരും? du/dx tan xൻ്റെ ഡെറിവേറ്റീവ് sec square x. സോ du = sec square x dx. ക്വസ്റ്റ്യനെ മാറ്റി എഴുതുമ്പോൾ എങ്ങനെ കിട്ടും? ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ sec square x / √1 - tan square x ആണ്. മുകളിൽ sec square x dx. ഇതവിടെ sec square x dx പകരം നമുക്ക് എന്ത് എഴുതാം? du ഡിവൈഡഡ് ബൈ √1 - tan square x. tan x പറഞ്ഞാൽ യു ആണ്. അപ്പോൾ tan square x ആണെങ്കിൽ u². സോ ഇൻ്റഗ്രൽ du/√1 - u². ഇനി ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താം. എന്തായിരുന്നു du/√1 - u² എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെ എഴുതിക്കൂടെ? ഡിവൈഡഡ് ബൈ √1 - u² എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? 1/√1 - u² du. ഇതെന്തായിരുന്നു? ഇൻ്റഗ്രൽ 1/√1 - u² du എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് സൈൻ ഇൻവേഴ്സ് യു. ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ എടുത്തിട്ടുള്ളത്? tan x. സോ സൈൻ ഇൻവേഴ്സ് tan x + c. ഓക്കെ, നോട്ടിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്യണം എന്നില്ല. ഈ ഒരു മോഡൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആണ് വരാൻ സാധ്യത. സോ ആ ക്വസ്റ്റ്യനിലെ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇൻ്റഗ്രൽ x + 1 ഇൻറ്റു x + 2 dx. മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം?
ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും. സോ നമുക്ക് എന്ത് ചെയ്യാം, ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ചെയ്യാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. സോ ഇവിടെ എന്ത് കിട്ടും, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, പിന്നെ എക്സ് ഇൻറ്റു ടു എന്ത് വരും, 2x വരും. എക്സ് ഇൻറ്റു ടു 2x പ്ലസ് പിന്നെ ഇവിടെ 1 ഇൻറ്റു എക്സ് എന്ത് വരും, എക്സ്. അത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് ഇവിടെ എന്ത് എഴുതിയത്, 3x. ആദ്യം എക്സിനെ കൊണ്ട് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്തു. സോ എക്സ് സ്ക്വയർ, പിന്നെ എക്സ് ഇൻറ്റു ടു 2x പ്ലസ് പിന്നെ നമ്മൾ 1 പോകും. എക്സിനെ കൊണ്ട് എല്ലാം മൾട്ടിപ്ലൈ ചെയ്താൽ 1 ഇൻറ്റു എക്സ് എക്സ്, അത് രണ്ടും കൂടി കൂട്ടി ഇവിടെ 3x, 1 ഇൻറ്റു ടു 2. സോ ദാറ്റ് ഈസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 dx. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് 3 കോൺസ്റ്റൻറ്റ്, എക്സിൻ്റെത് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 2ൻ്റെത് 2x. ശ്രദ്ധിക്കുക, നമ്മൾ 2022 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോഴും ഇതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ ഈ ഒരു ടൈപ്പ് ഇതിൽ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണമായിരുന്നു, അവിടെ ഡയറക്റ്റ് ഇങ്ങനെ ഒരെണ്ണം തരുമായിരുന്നു. സോ ഇങ്ങനെ എക്സ് സ്ക്വയർ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം 3 മാർക്കിന്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു, 10ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ 0 to 4 എക്സ് ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 9 dx. സോ റൂട്ട് വരികയാണെങ്കിൽ റൂട്ടിൻ്റെ ഉള്ളിലുള്ള ടേമിന് നമ്മൾ എന്ത് കൊടുക്കുന്നു, യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ അവിടെ എക്സ് സ്ക്വയർ പ്ലസ് 9 യു കൊടുത്തു. സോ ഡി യു ബൈ ഡി എക്സ് എന്ത് വരും, യു ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 9, ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു എന്ത് വരും, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 9ൻ്റെത് 0. സോ ഇങ്ങനെ വരും, 2നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം, ഡി എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. സോ ഡി യു ബൈ 2 ഈക്വൽ ടു എക്സ് ഡി എക്സ്. 2നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഡി എക്സിനെ അങ്ങോട്ട് കൊണ്ടുപോകും. സോ ഡി യു ബൈ 2 ഈക്വൽ ടു എക്സ് ഡി എക്സ് കിട്ടും. ഓക്കെ, സോ ഡി യു ബൈ 2 എക്സ് ഡി എക്സ്. ക്വസ്റ്റിനെ മാറ്റി എഴുതുമ്പോൾ എന്ത് കിട്ടും, ഇൻ്റഗ്രൽ ഇവിടെ ലിമിറ്റ് 0 to 4 എക്സ് റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 9 dx. ഇവരിവിടെ ലിമിറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ലിമിറ്റ് ചേഞ്ച് ചെയ്യേണ്ട, എന്ത് തന്നെ എഴുതാം, 0 to 4 എന്ന് തന്നെ എഴുതാം. പിന്നെ എക്സ് ഡി എക്സിന് പകരം നമുക്ക് എന്ത് എഴുതാം, എക്സ് ഡി എക്സ് പറഞ്ഞാൽ ഡി യു ബൈ 2, റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് 9ന് പകരം നമുക്ക് എന്ത് എഴുതാം, റൂട്ട് യു. എക്സ് സ്ക്വയർ പ്ലസ് 9നെ നമ്മൾ യു ആയിട്ട് എടുത്തത്. സോ റൂട്ട് യു. സോ റൂട്ട് യു ഡി യു ബൈ 2. ലിമിറ്റ് ഫ്രം 0 to 4 ആണ് ഇവരിവിടെ ചെയ്ത ലിമിറ്റ്, നിങ്ങൾ എടുക്കണ്ട, 0 to 4 തന്നെ എടുക്കാം. ഇനി എന്താണ്, ബൈ 2നെ നമുക്ക് പുറത്തെടുക്കാം. സോ ദാറ്റ് ഈസ് 1/2. പിന്നെ എന്താ, റൂട്ട് യുവിൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും, റൂട്ട് യുവിനെ മാറ്റി നമ്മൾ എന്ത് എഴുതും, യു റൈസ് ടു 1/2. യു റൈസ് ടു 1/2ൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും, യു റൈസ് ടു 1/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് 1. ദാറ്റ് ഈസ് യു റൈസ് ടു 1/2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 3/2/3/2. അതിന് ശേഷം നമ്മൾ എന്ത് കൊടുക്കുക, ലിമിറ്റ് കൊടുക്കുക, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അതിന് ശേഷം യുവിന് വാല്യൂ കൊടുക്കുക, യു ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 9 എന്ന് കൊടുക്കുക. ദെൻ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെയിം ആൻസറാണ് കിട്ടുക. ഒന്ന് ചെയ്ത് നോക്കുക. ഇതിനകത്ത് ചെയ്ത പോലെ 25ഉം 9ഉം കൊടുക്കേണ്ട ആവശ്യമില്ല. 0 to 4 ലിമിറ്റിൽ തന്നെ നിങ്ങൾ ചെയ്യുക. ലാസ്റ്റ് ആൻസർ കിട്ടുന്നത് 98/3 തന്നെ ആയിരിക്കും കിട്ടും. ഓക്കെ, സോ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, ചെയ്ത് നോക്കുക ഒന്ന്. അടുത്തത് ആ സെക്ഷനിൽ തന്നെ ബി ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത് ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ലോഗ് എക്സ്. ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷം എന്താ ചോദിച്ചത്, ഇൻ്റഗ്രൽ എക്സ് ലോഗ് എക്സ് ആയിരുന്നു. 2022 എക്സ് ലോഗ് എക്സ് ചോദിച്ചു, 2023 അപ്പോൾ എന്താ വന്നത്, എക്സ് സ്ക്വയർ ലോഗ് എക്സ്. നമ്മൾ ക്ലാസ് ചെയ്ത പോലെ തന്നെ ലോഗ് എക്സിനെ ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കുക, എക്സ് സ്ക്വയറിനെ സെക്കൻഡ് ഫംഗ്ഷൻ എടുക്കുക. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്, ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് dx. സോ ആ രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. നോക്കുക, ഈ ഒരു ഇക്വേഷൻ എഴുതുന്നതിന് 1 മാർക്കുണ്ട്, ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ ലോഗ് എക്സിനെ ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എടുക്കുമ്പോൾ 1 മാർക്കുണ്ട്, ബാക്കി ചെയ്യുമ്പോൾ 1 മാർക്ക്. സോ അങ്ങനെയാണ് മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ. സോ അതുപോലെ തന്നെ നിങ്ങൾ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ,
ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതെല്ലാം എസ് എ പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് 2023. ഓക്കെ, ഗെയിൻ ഇവിടെ ഞാൻ കഴിഞ്ഞ 2022 ക്വസ്റ്റ്യൻസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എക്സ് ലോഗ് എക്സ് അവിടെ വന്നപ്പോൾ എക്സ് സ്ക്വയർ ലോഗ് എക്സും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. 2023 അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത് എന്താണ്? ഇൻ്റഗ്രൽ 1 to 2 log x dx. log x dx വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? log xനെ മാറ്റിയിട്ട് log x into 1 എന്ന് എഴുതണം. log xനെ മാറ്റി log x into 1 എഴുതി ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് log xനെ എടുക്കുന്നു, സെക്കൻഡ് ഫംഗ്ഷനായിട്ട് 1നെ എടുക്കുന്നു. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് എക്സ് ലോഗ് എക്സ് മൈനസ് എക്സ്. ലിമിറ്റ് ഫ്രം 1 to 2 ആണ്. സോ ആദ്യം എക്സിന് 2 കൊടുക്കുന്നു, ദെൻ 1 കൊടുക്കുന്നു. ആൻസർ എന്താ കിട്ടിയത്? 2 log 2 minus 1. നമ്മൾ ഈ ക്വസ്റ്റ്യനും റിവിഷൻ ക്ലാസ്സിലും ചെയ്തിട്ടുണ്ട്, അതുപോലെ എവിടെയും ചെയ്തിട്ടുണ്ട്, നോട്ടിലും ചെയ്തിട്ടുണ്ട്. സോ നോക്കുക. അപ്പോൾ log x വരുന്ന ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിലെ എല്ലാ ക്വസ്റ്റ്യനും ഡെഫിനറ്റിലാണെങ്കിലും ശരി ഇൻഡെഫിനറ്റിലാണെങ്കിലും ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. 2 വർഷവും ചോദിച്ചിട്ടുണ്ട്. സോ ഈ വർഷവും ചോദിക്കാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് നോക്കുക. പ്ലസ് കഴിഞ്ഞ 2 വർഷം log x ചോദിച്ചതുകൊണ്ട് ഈ വർഷം മാറ്റിയിട്ട് ഇൻ്റഗ്രൽ എക്സ് സൈൻ എക്സ് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ എക്സ് കോസ് എക്സും ചോദിക്കാം. സോ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിലെ ക്വസ്റ്റ്യൻസ് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ കോസ് 4x സൈൻ 2x dx ആണ്. സോ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതും ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ചിട്ടല്ല, നമ്മൾ എന്ത് ചെയ്യും? ഇത് കോസ് 4x സൈൻ 2x, അതായത് കോസ് എ സൈൻ ബീൻ്റെ ഫോർമുലയാണ് അപ്ലൈ ചെയ്യുന്നത്. കോസ് എ സൈൻ ബീൻ്റെ ഫോർമുല എന്തായിരുന്നു? 1/2 ഇൻറ്റു സൈൻ എ പ്ലസ് ബി മൈനസ് സൈൻ എ മൈനസ് ബി ആയിരുന്നു. ഇവിടെ എൻ്റെ സ്ഥാനത്ത് 4x വന്നു, ബിയുടെ സ്ഥാനത്ത് 2x വന്നു. ഇവിടെ ഫോർമുലയിൽ കൊടുക്കുന്നു. അപ്പോൾ ആൻസർ എന്ത് കിട്ടുന്നു? സൈൻ 4x പ്ലസ് 1/2 ഉണ്ടായിരിക്കും. 1/2നെ നമ്മൾ പുറത്ത് വെച്ചു. സോ സൈൻ 4x പ്ലസ് 2x മൈനസ് സൈൻ 4x മൈനസ് 2x വരും. ദാറ്റ് ഈസ് സൈൻ 6x മൈനസ് സൈൻ 2x dx. 1/2 പുറത്തുണ്ടായിരിക്കും. സൈൻ 6xൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും? മൈനസ് കോസ് 6x ബൈ 6 സൈൻ 2xൻ്റെ കോസ് 2x ബൈ 2. ഓക്കെ, ഇനി ഇതാ 2023 എന്താ ചോദിച്ചിട്ടുള്ളത്? അവിടെ ചോദിച്ചിട്ടുള്ള ഇൻ്റഗ്രൽ കോസ് സ്ക്വയർ 2x ആണ്. നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ഇൻ്റഗ്രൽ കഴിഞ്ഞ വർഷം ചോദിച്ചതും ഇൻ്റഗ്രൽ കോസ് സ്ക്വയർ എക്സ് ആയിരുന്നു. ഇൻ്റഗ്രൽ കോസ് സ്ക്വയർ എക്സ് വരികയാണെങ്കിൽ നമ്മൾ ആൻസർ എന്ത് എഴുതി? 1 പ്ലസ് കോസ് 2x ബൈ 2 എഴുതി. ഇവിടെ എക്സിന് പകരം 2x ആണ് വന്നത്. അപ്പോൾ 2xന് പകരം എന്ത് വരും? 2 ഇൻറ്റു 2x, ദാറ്റ് ഈസ് 4x. അപ്പോൾ 1 പ്ലസ് കോസ് 4x ബൈ 2 എന്നാണ് വരിക. സോ എഗെയിൻ നേരത്തെ പോലെ തന്നെ 1/2നെ പുറത്തെടുത്തു. 1ൻ്റെ ഇൻ്റഗ്രൽ എക്സ്, കോസ് 4xൻ്റെത് സൈൻ 4x ബൈ 4. ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചാണ്. കഴിഞ്ഞ വർഷം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെറുതായിട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചിരുന്നു. സോ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്തതാണ്. നമുക്കറിയാവുന്ന റിസൾട്ട് തന്നെയാണ്. സോ നന്നായിട്ടൊന്ന് നോക്കാം. ഇനി ഈ വർഷം മേ ബി ചോദിക്കുന്നത് സൈൻ സ്ക്വയർ എക്സ് ആയിരിക്കും. കാരണം കഴിഞ്ഞ 2 വർഷം കോസ് സ്ക്വയർ എക്സ് ചോദിച്ചതുകൊണ്ട് ഈ വർഷം എന്തായിരിക്കും? സൈൻ സ്ക്വയർ എക്സ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു ഫ്രാക്ഷൻ വരുന്ന ക്വസ്റ്റ്യൻ എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. സോ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട് ഇൻ്റഗ്രൽ 1 to 2 2x പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ആർക്ക് യു കൊടുക്കും? ഡിനോമിനേറ്ററിന് യു കൊടുക്കും. du ബൈ dx ആയിട്ട് 2x പ്ലസ് 1 കിട്ടും. ലാസ്റ്റ് ചെയ്യുമ്പോൾ ലോഗ് യു പറയുമ്പോൾ ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഫ്രം 1 to 2. ഇവിടെ ഒരു ലിമിറ്റ് മാറ്റിയിട്ടുണ്ട്, അത് നിങ്ങൾ മാറ്റേണ്ട, ഡയറക്റ്റ് ചെയ്യുക. സെയിം ആൻസർ തന്നെ കിട്ടും, ലോഗ് 7/3. ഓക്കെ, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്തായാലും വരും. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് 2-3 വട്ടം നന്നായിട്ട് ചെയ്ത് പഠിച്ചു വയ്ക്കും. സോ ഇത്രയാണ് 2023 ചോദിച്ച 7 മാർക്സ് ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് 3 മാർക്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. 2022 2023. സോ 3 ക്വസ്റ്റ്യൻസ് ഇതാണ് 3 മാർക്സിന് വരാറ്. ഇത് 2022 ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്കൊന്ന് ഓടിച്ച് പറയുകയാണെങ്കിൽ ഇതിവിടെ 2x ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഇത് വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫ്രാക്ഷനാണ്, ഡിനോമിനേറ്ററിന് യു കൊടുക്കുക. ദാറ്റ് ഈസ് 2x പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1ന് യു കൊടുക്കും. du ബൈ dx 2x കിട്ടും. ആൻസർ എന്താ കിട്ടുക? ലോഗ് യു, ദാറ്റ് ഈസ് ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് 1. സോ എക്സ്ട്രാ പറയണം. നമ്മൾ ഇങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യനായി പറയുന്നു.
സോ ഈ ഒരു രീതിയിൽ ചെയ്യേണ്ടതാണ്. ഇനി എക്സ് ഇ റൈസ് ടു എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. സോ എക്സ് ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഇൻറ്റു ഇ റൈസ് ടു എക്സ്. അവിടെ ഏത് അപ്ലൈ ചെയ്യേണ്ടത്? ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഫസ്റ്റ് ഫംഗ്ഷനായിട്ട് എക്സിനെ എടുത്തിട്ട് ചെയ്യാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ്റഗ്രൽ 0 to 1 1/√1 മൈനസ് എക്സ് സ്ക്വയർ. ഇൻ്റഗ്രൽ ഇത് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. ഇൻ്റഗ്രൽ 1/√1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സൈൻ ഇൻവേഴ്സ് എക്സ്. സൈൻ ഇൻവേഴ്സ് എക്സ് ഫ്രം 0 to 1. ഒരു 2-3 സ്റ്റെപ്പിൽ ചെയ്യാവുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ് മാത്രമേ 3 മാർക്കിന് ചോദിക്കുന്നുള്ളൂ. സോ നോട്ട് നോക്കി കംപ്ലീറ്റ് പഠിക്കാൻ നിൽക്കാതെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. 2 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതിലുള്ള 3 മാർക്കിൻ്റെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാം. സെയിം ഏകദേശം ഇതേ മോഡൽ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഇത് അവിടെ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് 1 യു കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ലോഗ് യു കിട്ടിയത് ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് 1. പിന്നെ എക്സ് ഇ റൈസ് ടു എക്സ് വന്നപ്പോൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ലാസ്റ്റ് ആൻസർ കിട്ടുന്നത് എക്സ് ഇ റൈസ് ടു എക്സ് മൈനസ് എക്സ്. സോ അതെല്ലാം നിങ്ങളൊന്ന് വെരിഫൈ ചെയ്തിട്ട് നോക്കുക. ഇനി ഇത് 2023 ചോദിച്ച ചോദ്യങ്ങളാണ്. 2 ക്വസ്റ്റ്യനെ ഞാൻ എടുത്തിട്ടുള്ളൂ തോന്നുന്നു. ഒന്ന് ഏതാണ്? 2 ക്വസ്റ്റ്യനേ ഉള്ളൂ തോന്നുന്നു. ഒന്ന് ഇൻ്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ്, രണ്ടാമത്തത് ഇൻ്റഗ്രൽ 2 + sin x ബൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. സോ രണ്ടും ചെയ്യുന്നത് നോക്കാം. ലിസൺ, ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇൻ്റഗ്രൽ ടാൻ എക്സ് നമ്മൾ ഒരുമിച്ച് ചെയ്ത് ഇൻ്റഗ്രൽ ടാൻ എക്സ്, ഇൻ്റഗ്രൽ കോട്ട് എക്സ്, ഇൻ്റഗ്രൽ കൊസീക്ക് എക്സ്, ഇൻ്റഗ്രൽ സീക്ക് എക്സ് 4 എണ്ണം ചെയ്തിരുന്നു. ഇതിൽ ഇൻ്റഗ്രൽ ടാൻ എക്സ് ചോദിച്ചു. ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഏതായിരിക്കും? ഇൻ്റഗ്രൽ സീക്കോ ഇൻ്റഗ്രൽ കൊസീക്കോ ഇൻ്റഗ്രൽ കോട്ടൊക്കെ ചോദിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ടാൻ എങ്ങനെ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എടുത്ത ക്വസ്റ്റ്യനാണ്. ഇത് ഫ്രാക്ഷനാണ്, പക്ഷേ സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല. ഏറ്റവും ആദ്യം ക്ലാസ് ഇൻ്റഗ്രേഷൻ തുടങ്ങിയ ഒരു സമയത്ത് നമ്മൾ എടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. അന്ന് ഞാൻ നിങ്ങളെ കൊണ്ട് എക്സാം നടത്തിച്ചിരുന്നു, ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. സോ ആ ഒരു ക്വസ്റ്റ്യനാണ്. സോ അതും എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് ഇവിടെ ഇൻ്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ്. ടാൻ എക്സിനെ നമ്മൾ എന്ത് ചെയ്തു? ടാൻ എക്സിനെ മാറ്റിയിട്ട് നമ്മൾ എന്ത് എഴുതും? സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്ന് എഴുതും. ഇനി ആർക്ക് യു കൊടുക്കും? ഫ്രാക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിന്, അതായത് കോസ് എക്സിന് യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. യു കോസ് എക്സ് ആണ്. സോ ഡി യു എന്ത് വരും? കോസ് ഡി യു ബൈ ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് വരും. സോ ഡി യു ഈസ് മൈനസ് സൈൻ എക്സ് ഡി എക്സ്. നോട്ട്ബുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോസ് കാണുക. നോട്ടിൽ നമ്മൾ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടായിരിക്കും. പ്ലസ് ഒരു പേപ്പർ എടുത്ത് ഇത് എഴുതി പഠിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എക്സാമിന് ഓർത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. സോ ക്വസ്റ്റ്യന് മാറ്റി എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് സൈൻ എക്സ് ഡി എക്സിന് പകരം മൈനസ് ഡി യു എന്ന് എഴുതും നമ്മൾ. സോ കിട്ടുന്നത് ഇൻ്റഗ്രൽ മൈനസ് ഡി യു ബൈ യു, ദാറ്റ് ഈസ് മൈനസ് ലോഗ് യു. ഞാൻ അന്ന് പറഞ്ഞിരുന്നു മൈനസ് ലോഗ് യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? ലോഗ് 1/u ആണ്. ലോഗ് 1/u പറയുമ്പോൾ ലോഗ് 1/u ഇവിടെ കോസ് എക്സ് അടുത്ത്. സോ ലോഗ് 1/cos എക്സ്. കോസ് എക്സ് പറഞ്ഞാൽ സീക്ക് എക്സ് ആണ്. 1/cos എക്സ് പറഞ്ഞാൽ സീക്ക് എക്സ് ആണ്. സോ ലോഗ് 1/cos എക്സ് പറഞ്ഞാൽ ലോഗ് സീക്ക് എക്സ്. സോ ആ രീതിയിലുള്ള ക്വസ്റ്റ്യനാണ്. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഒരുപാട് വട്ടം പറഞ്ഞതാണ്. നന്നായിട്ട് നോക്കാം. 3 മാർക്കിന് ചോദിക്കുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 2 + sin x ബൈ കോസ് സ്ക്വയർ എക്സ്. ഈ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഈ ഒരു മോഡൽ ഇതിന് പകരം നമ്മൾ വേറെയും ചെയ്തിട്ടുണ്ട്. 3 + 4 കോസ് എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ്. അങ്ങനെ ഒരു 4 ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിനോമിനേറ്ററിലുള്ള കോസ് സ്ക്വയർ എക്സ് ഈ 2നും സൈൻ എക്സിനും ബാധകമാണ്. സോ രണ്ടിനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക? 2/cos സ്ക്വയർ എക്സ് പ്ലസ് സൈൻ എക്സിന് സൈൻ എക്സ് ഇൻറ്റു 1 എന്ന് എഴുതാം. സൈൻ എക്സിനെ സൈൻ എക്സ് ഇൻറ്റു 1 എന്ന് എഴുതാം. കോസ് സ്ക്വയർ എക്സിന് എന്ത് എഴുതാം? കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് എഴുതാം. കോസ് സ്ക്വയർ എക്സിനെ മാറ്റി കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ്. സോ ഇവിടെ എങ്ങനെ കിട്ടും? 2/cos സ്ക്വയർ എക്സ്. സോ 2 ഇൻറ്റു എന്താ 1/cos സ്ക്വയർ എക്സ് പറഞ്ഞാൽ 1/cos എക്സ് സീക്ക് എക്സ് ആണ്. 1/cos എക്സ് സീക്ക് സ്ക്വയർ എക്സ്. സോ 2 സീക്ക് സ്ക്വയർ എക്സ് പ്ലസ്
സൈൻ എക്സ് ബൈ കോസ് എക്സിന് ടാൻ എക്സ് എഴുതാം, 1 കോസ് എക്സിന് സീക്ക് എക്സ്. സോ 2 സീക്ക് സ്ക്വയർ എക്സ് പ്ലസ് ടാൻ എക്സ് ഇൻറ്റു സീക്ക് എക്സ് ഡി എക്സ്. ഇനി 2 സീക്ക് സ്ക്വയർ എക്സിൻ്റെ എന്ത് വരും? 2 ഇൻറ്റു ഇൻ്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ടാൻ എക്സ് പ്ലസ് ഇൻ്റഗ്രൽ സീക്ക് എക്സ് ടാൻ എക്സ് സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സീക്ക് എക്സ് ടാൻ എക്സ്, ദാറ്റ് ഈസ് സീക്ക് എക്സ് പ്ലസ് സി. ഇങ്ങനത്തെ ഒരു 4 ക്വസ്റ്റ്യൻ നോട്ടിലുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാൻ സാധ്യത ഉണ്ട്. 4 മാർക്കിനാണ് ചോദിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് 4th മൊഡ്യൂളിലെ, അതായത് ഏരിയ, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷനും ഡിഫറൻഷ്യൽ ഇക്വേഷനും. ഇതിനകത്തുള്ള 7 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത്. ഇത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫൈൻഡ് ദി ഏരിയ അണ്ടർ ദി സ്ട്രെയിറ്റ് ലൈൻ. 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ക്ലാസ്സിൽ ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഏരിയയിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി ഏരിയ അണ്ടർ ദി സ്ട്രെയിറ്റ് ലൈൻ y is equal to 2x plus 3 bounded by the x axis and coordinates at ഇവിടെ ഓർഡിനേറ്റ്സ് അറ്റ് x equal to 1 at x equal to 3. ഇനി ബൗണ്ടഡ് വിത്ത് x ആക്സിസ് ആണെങ്കിൽ എന്താ വരിക? ഇൻ്റഗ്രൽ a to b y dx. എയും ബിയും ഇവിടെ 1 to 3, y പറഞ്ഞാൽ 2x plus 3. നമ്മൾ നോട്ടിൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഓൾറെഡി ഇവിടെ ഒരു തവണയും കൂടി പറയാം. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? സോൾവ് dx ഇൻറ്റു 1 plus y സ്ക്വയർ ഈക്വൽ ടു dy ഇൻറ്റു 1 plus x സ്ക്വയർ. സോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സോ നമുക്കിവിടെ വേരിയബിൾ സെപ്പറബിൾ ആണ്. എക്സിനെയും വൈനെയും സെപ്പറേറ്റ് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? ഈ 1 plus x സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം, 1 plus y സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. സോ അപ്പോൾ എങ്ങനെ കിട്ടും? 1 plus x സ്ക്വയർ ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു 1 plus x സ്ക്വയർ ആണ് ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ 1 plus x സ്ക്വയർ ഈക്വൽ ടു ഇവിടെ ഇൻറ്റു 1 plus y സ്ക്വയർ ഇങ്ങോട്ട് വരുമ്പോൾ dy ഡിവൈഡഡ് ബൈ 1 plus y സ്ക്വയർ. നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഈ 2 ക്വസ്റ്റ്യനും ചെയ്തത് എന്നുള്ളത്. ഓക്കെ, സോ ഇവിടെ ഏരിയൻ്റെ ക്വസ്റ്റ്യൻ. ഏരിയ കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? അവിടെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഏരിയയാണ് ചോദിച്ചത്. ബൗണ്ടഡ് ബൈ ദി എക്സ് ആക്സിസ് ആയിരുന്നു. സോ എന്തായിരുന്നു? ഇൻ്റഗ്രൽ a to b y dx. ഓക്കെ, സോ ഇൻ്റഗ്രൽ 1 to 3 2x plus 3 dx. സോ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും? 2 ഇൻറ്റു എക്സിൻ്റെ ഇൻ്റഗ്രൽ x സ്ക്വയർ ബൈ 2 പ്ലസ് 3ൻ്റെത് 3x. ലിമിറ്റ് ഫ്രം 1 to 3. ഈ 2ഉം ക്യാൻസൽ ചെയ്ത് കളയാം. സോ ആൻസർ എന്ത് വരും? ആദ്യം കൊടുക്കുമ്പോൾ 3 കൊടുക്കുമ്പോൾ 3 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു 3, ദാറ്റ് ഈസ് 9 പ്ലസ് 9. 3 സ്ക്വയർ 9, 3 ഇൻറ്റു 3 പറഞ്ഞാൽ 9 മൈനസ് ലോവർ ലിമിറ്റ് 1 കൊടുക്കുമ്പോൾ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 3 ഇൻറ്റു 1 1. സോ ആൻസർ ഈസ് 18 മൈനസ് 4 വരും, ദാറ്റ് ഈസ് 14. സോ ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം ചോദിച്ച സ്ഥിതിക്ക് അതിന് ശേഷമുള്ള 2 ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരുന്നു? ഒന്നൊരു ബൗണ്ടഡ് വിത്ത് y ആക്സിസിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സൈൻ എക്സിൻ്റെ 1 ആർക്ക് ഓഫ് ദി കർവ് സൈൻ എക്സ് എന്ന ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ ഈ 2 ക്വസ്റ്റ്യനിൽ ഒരെണ്ണം നിങ്ങൾക്ക് ഈ വർഷം എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ വേരിയബിൾ സെപ്പറബിൾ. സോ എക്സിനെയും വൈനെയും നമ്മൾ ഓരോ സൈഡിലേക്ക് ആക്കി. ഇനി എന്ത് ചെയ്യാം? എക്സിൻ്റെ ടേംസ് ഒരു സൈഡിലും വൈൻ്റെ ടേംസ് ഒരു സൈഡിലും ആയിട്ടുണ്ടെങ്കിൽ 2 സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇനി dx ബൈ 1 plus x സ്ക്വയർ പറഞ്ഞാൽ എന്താ? ശരിക്കും അതെന്താ? 1 by 1 plus x സ്ക്വയർ dx ആണ്. ഡിവൈഡഡ് ബൈ 1 plus x സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 by 1 plus x സ്ക്വയർ dx. ദാറ്റ് ഈസ് നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് ടാൻ ഇൻവേഴ്സ് x. dy ബൈ 1 plus y സ്ക്വയർ വരുമ്പോൾ ടാൻ ഇൻവേഴ്സ് y പ്ലസ് c. ഓക്കെ, ഇനി 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇതാ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ എല്ലാവരുടെ ക്ലാസ്സിലും ചെയ്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ഏരിയ ബൗണ്ടഡ് ബൈ ദി കർവ് y is equal to x സ്ക്വയർ പ്ലസ് എക്സ് ആൻഡ് ദി എക്സ് ആക്സിസ്. 7 മാർക്കിന് ചോദിച്ചതാണ്. ഏരിയയിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് 7 മാർക്കിന് ചോദിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇത് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നു, ഞാൻ എഴുതി തന്നിരുന്നു. അതും നിങ്ങൾക്ക് ഈ വർഷം എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ലിമിറ്റ് തന്നിട്ടില്ലെങ്കിൽ a to b എയും ബിയും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസിൽ വൈൻ്റെ വാല്യൂ 0 ആണ്. സോ ഈ വാല്യൂ 0 കൊടുക്കുന്നു. എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. പിന്നെ ഈ ക്വസ്റ്റ്യൻ dy ബൈ dx പ്ലസ് y cot x ഈക്വൽ ടു 2 cos x. ഇത് ഏതാണ്? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? p എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ cot x ആണ്, q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 cos x ആണ്. നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുക എന്നുള്ളത്.
11, 12 നോക്കാം. സോ 11 എന്താ ചെയ്തത്? ഇവിടെ അവർ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. നമ്മൾ നോട്ടിൽ ചെയ്തപ്പോൾ കുറച്ചും കൂടി സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ബൗണ്ടഡ് വിത്ത് എക്സ് ആക്സിസ് ആണ്. സോ ഇൻ്റഗ്രൽ ഏരിയ കാണാനുള്ള ഫോർമുല എന്താണ്? ഇൻ്റഗ്രൽ a to b y dx ആണ്. ഇവർ f of x എന്നാണ് എഴുതിയത്, ശരിക്കും എന്താണ്? y dx. ഇനി എയും ബിയും അറിയില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അറ്റ് എക്സ് ആക്സിസ് y is equal to 0, ദാറ്റ് ഈസ് x സ്ക്വയർ പ്ലസ് എക്സ് ഈക്വൽ ടു 0. എക്സിനെ പുറത്തെടുക്കുന്നു. സോ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0. സോ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 കിട്ടുകയാണെങ്കിൽ ഒന്നെങ്കിൽ എക്സ് 0 ആവണം, അല്ലെങ്കിൽ എക്സ് പ്ലസ് 1 0 ആണ്. എക്സ് പ്ലസ് 1 0 ആവുക പറഞ്ഞാൽ പ്ലസ് 1 അങ്ങോട്ട് പോകുമ്പോൾ -1. നോട്ടിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്, നോട്ട്ബുക്ക് എടുത്ത് വെച്ച് തന്നെ പഠിക്കുക. ഏരിയ ഇൻ്റഗ്രൽ a to b y dx. ഇവിടെ ലിമിറ്റ് എവിടം തൊട്ട് എവിടം വരെയാണ്? 0 to -1, അല്ലെങ്കിൽ -1 to 0 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, ആൻസർ കറക്റ്റാണ്. സോ 0 to -1 എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഡി എക്സ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെത് x³ പ്ലസ് എക്സിൻ്റെത് x²/2. ലിമിറ്റ് 0 to -1, അല്ലെങ്കിൽ -1 to 0 ലിമിറ്റ് കൊടുക്കുന്നു. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. നമ്മൾ ഒരുപാട് തവണ ചെയ്ത ഒരു ക്വസ്റ്റ്യനാണ്. സോ നോക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇത് റിവിഷൻ ടൈമിൽ ക്ലാസ്സിൽ ചെയ്തു തന്നിരുന്നു. ഇങ്ങനെ ചെയ്യാം. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? dy/dx പ്ലസ് y cot x ഈക്വൽ ടു 2 cos x. സോ പി എന്താണ്? പി cot x, q 2 cos x. പി 2 cos x ആണ്. സോറി, പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ cot x ആണ്. q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായിരുന്നു? 2 cos x ആണ്. പിയും ക്യൂവും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കാണണം? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണണം. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്തായിരുന്നു? e റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ്. ഇൻ്റഗ്രൽ പി ഡി എക്സ് പറഞ്ഞാൽ ഇൻ്റഗ്രൽ cot x dx. ഇൻ്റഗ്രൽ cot x പറഞ്ഞാൽ എന്താ? പി cot x ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ cot x dx. ഇൻ്റഗ്രൽ cot x log sin x. സോ e റൈസ് ടു ഇൻ്റഗ്രൽ പി ഡി എക്സ് പറയുമ്പോൾ e റൈസ് ടു ലോഗ് സൈൻ എക്സ്. ഇയും ലോഗും ഒരുമിച്ച് വന്നാൽ ക്യാൻസലായി പോവും. ആൻസർ എന്ത് വരും? സൈൻ എക്സ്. സോ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇവിടെ സൈൻ എക്സ് ആണ്. സൊല്യൂഷൻ എന്തായിരുന്നു? ഇനി y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് q ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഓക്കെ, സോ ദാറ്റ് ഈസ് y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ സൈൻ എക്സ് ഈക്വൽ ടു q ഇൻറ്റു, അല്ലെങ്കിൽ നമ്മൾ എഴുതിയത് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു q dx. രണ്ടാണെങ്കിലും സെയിം ആണ്. സോ എങ്ങനെ വരും? 2 cos x ഇൻറ്റു സൈൻ എക്സ് ഡി എക്സ്. ഇവിടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ സൈൻ എക്സ്, q 2 cos x. ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി എങ്ങനെ എഴുതാം നമുക്ക്? 2 cos x സൈൻ എക്സിനെ 2 sin x cos x എന്ന് എഴുതാം. 2 sin x cos x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ sin 2x. ഇൻ്റഗ്രൽ sin 2x എന്ത് വരും? മൈനസ് cos 2x/2 പ്ലസ് c. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. സോ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ഇനി അതിൻ്റെ തൊട്ടടുത്ത വർഷം 7 മാർക്കിന് ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? ഇതാ 3 മാർക്കിന് ഏരിയ കാണാനുള്ള ഒരു ക്വസ്റ്റ്യനും, പിന്നെ 4 മാർക്കിന് ഇതാ വേരിയബിൾ സെപ്പറബിളിൻ്റെ dy ഈക്വൽ ടു e റൈസ് ടു 3x പ്ലസ് y dx. നമ്മൾ ക്ലാസ് ചെയ്ത ക്വസ്റ്റ്യനാണ്. ഇത് രണ്ടുമാണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിൻ്റെ മുമ്പത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഏരിയ ബൗണ്ടഡ് ബൈ ദി പോർഷൻ ഓഫ് ദി പരോബോള y² ഈക്വൽ ടു 4x. ഇവിടെ ഇക്വേഷൻ ശ്രദ്ധിക്കുക. y ഈക്വൽ ടു 4x അല്ല തന്നത്, y² ഈക്വൽ ടു 4x എബൌട്ട് ദി എക്സ് ആക്സിസ് ബിറ്റ്വീൻ x ഈക്വൽ ടു 0 ആൻഡ് x ഈക്വൽ ടു 4. സോ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് 0 to 4. ആക്സിസ് എക്സ് ആക്സിസ് ആണ്. സോ എന്തായിരുന്നു ഫോർമുല? ഇൻ്റഗ്രൽ a to b y dx. വൈൻ്റെ വാല്യൂ എന്താ ഇവിടെ വരിക? y² ആണ് 4x. അപ്പോൾ y എന്ത് വരും? √4x. √4x പറഞ്ഞാൽ √4 പറഞ്ഞാൽ 2 √x ആണ് വരിക. നമുക്ക് നോക്കാം അതെങ്ങനെ ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ പുറമേ ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നോട്ട് ചെയ്ത ക്വസ്റ്റ്യനാണ്. dy ഈക്വൽ ടു e റൈസ് ടു 3x പ്ലസ് y dx. അത് ചോദിച്ചിട്ടുണ്ട് 4 മാർക്കിന്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ്റെ വേറൊരു ഫോം, dy/dx പ്ലസ് 2y tan x ഈക്വൽ ടു sin x. ഇവിടെ p എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ടു ടാൻ എക്സ് ആണ്, ക്യൂ സൈൻ എക്സ് ആണ്. സോ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ dy/dx ഈക്വൽ ടു 2. സോ നമുക്ക് ഈ ഒരു 4 ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. സോ നേരത്തെ y² ഈക്വൽ ടു 4x ആയിരുന്നു. y² 4x. അങ്ങനെയാണെങ്കിൽ y എന്ന് പറയുന്നത് എന്ത് വരും? √4x. √4x പറഞ്ഞാൽ 2√x. സോ അവിടെ ഏരിയ കാണാൻ ഇൻ്റഗ്രൽ a to b y dx, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 4 √4x dx. ദാറ്റ് ഈസ് √4x പറഞ്ഞാണെങ്കിൽ 2√x ആണ്. 2നെ പുറത്തെടുത്തു. √x dx. √xനെ ഞാൻ നേരത്തെ പറഞ്ഞു x⁻1/2. √x എന്ന് പറഞ്ഞാൽ x⁻1/2 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ x⁻1/2 + 1/1/2 + 1, ദാറ്റ് ഈസ് x⁻3/2/3/2 എന്ന് വരും. സോ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? 2 പുറത്തുണ്ട്. x⁻3/2/3/2 ഫ്രം 0 to 4. ഈ 3/2നെ മോളിക്ക് കൊണ്ടുപോകാം. അപ്പോൾ അത് 2/3 ആയിട്ട് വരും. സോ അവിടെ 2 × 2/3 ഇവിടെ 4/3 വരും. ലിമിറ്റ് 4 കൊടുക്കുന്നു, ദെൻ 0 കൊടുക്കുന്നു. ആൻസർ വരുന്നത് 4⁻3/2, ദാറ്റ് ഈസ് 8. ഓക്കെ. സോ ആൻസർ ഈസ് 32/3 സ്ക്വയർ യൂണിറ്റ്സ്. 3 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ dy ഈക്വൽ ടു e⁻3x + y dx. വേരിയബിൾ സെപ്പറബിൾ ആണ്. ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യൻ. എങ്ങനെ ചെയ്യാം? ഇവിടെ e⁻3x + yനെ മാറ്റി നമുക്ക് എന്ത് എഴുതാം? e⁻3x × e⁻y എഴുതാം. അപ്പോൾ പിന്നെ നമ്മൾ e⁻3xനും dxനും ഇവിടെ വയ്ക്കുന്നു. e⁻yനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. e⁻y × e⁻y ഇങ്ങോട്ട് വരുമ്പോൾ /e⁻y. ഡിനോമിനേറ്ററിൽ പോസിറ്റീവ് പവർ മുകളിലോട്ട് പോകുമ്പോൾ നെഗറ്റീവ് പവർ e⁻−y dy. ഇനി രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. രണ്ട് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടും ഇൻ്റഗ്രൽ e⁻−y dy ഈക്വൽ ടു ഇൻ്റഗ്രൽ e⁻3x dx. e⁻xൻ്റെ ഇൻ്റഗ്രൽ e⁻x ആണ്. e⁻2x വരുമ്പോൾ ഇവിടെ e⁻2x /2 വരും. 3x വരുമ്പോൾ e⁻3x /3 വരും. സോ ഇവിടെ e⁻−y വരുമ്പോൾ y-ൻ്റെ കോഎഫിഷ്യൻറ്റ് -1 ആണ്. സോ e⁻−y /−1 ഈക്വൽ ടു e⁻3x /3. ഓക്കെ. ആ /−1നെ മുകളിലേക്ക് ഇടുമ്പോൾ -e⁻−1. നിർബന്ധമൊന്നുമില്ല, അങ്ങനെ ചെയ്യാം. അടുത്തത് എന്താണ്? dy/dx + 2y tan x ഈക്വൽ ടു sin x. സോ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. p 2 tan x ആണ്, q sin x ആണ്. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ത് വരും? e⁻∫ p tan x, ദാറ്റ് ഈസ് e⁻∫ 2 tan x, ദാറ്റ് ഈസ് 2 × tan xൻ്റെ എന്ത് വരും? log sec x. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു log x⁻n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു? n log x ആണ്. തിരിച്ച് n log x പറഞ്ഞാൽ log x⁻n. അപ്പോൾ ഇവിടെയുള്ള n നേരെ പോയി എക്സിൻ്റെ മുകളിലേക്ക് പോകും. അതേപോലെ തന്നെ ഇവിടെ 2 log sec x ആണ്. ഇവിടെ എക്സിന് പകരം sec x ആണ്. അപ്പോൾ 2 നേരെ sec xൻ്റെ മുകളിലേക്ക് പോകും. അതായത് e⁻log sec² x. ഈ ലോഗും ക്യാൻസലായി പോയാൽ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ sec² x എന്ന് കിട്ടും. സോ ഇനി ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടിയാൽ സൊല്യൂഷൻ എന്ത് വരും? y × ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ × q dx കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y × sec² x ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ദാറ്റ് ഈസ് ഇവിടെ sec² x × sin x dx. q sin x ആണ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യും? sec² x പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/cos² x ആണ്. അപ്പോൾ sec² xന് പകരമായിട്ട് നമ്മൾ എന്ത് എഴുതും? sin x/cos² x എന്ന് എഴുതും. sin x/cos² x എഴുതും. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു? sin xനെ sin x × 1 എഴുതും. cos² xനെ cos x × cos x എന്ന് എഴുതും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ത് വരും?
നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഇൻ്റഗ്രൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് ഇൻറ്റു 1/cos x. 1/cos x പറഞ്ഞാൽ സീക്ക് എക്സ്, സൈൻ എക്സ് ബൈ കോസ് എക്സ് ടാൻ എക്സ്, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ സീക്ക് എക്സ് ടാൻ എക്സ്, ദാറ്റ് ഈസ് സീക്ക് എക്സ് പ്ലസ് സി. ഇതും നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ ലാസ്റ്റ് വീക്ക് ഈ ഒരു വീക്കിൽ റിവിഷൻ ക്ലാസ്സിൽ ചെയ്തിരുന്നു. നോട്ടിൽ ഉണ്ടാവില്ല, റിവിഷൻ്റെ നോട്ടിലായിരിക്കും ഉണ്ടാവുക. സോ നോക്കാം, റിവിഷൻ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യനാണ്, വെരി ഇമ്പോർട്ടൻറ്റ്. 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, 7 മാർക്കിനും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ഇനി ഈ സെക്ഷനിൽ തന്നെ 2 മാർക്കിന് ചോദിച്ച സിമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്തായിരുന്നു? dy/dx ഈക്വൽ ടു 2. സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. dy/dx ഈക്വൽ ടു 2. എഗെയിൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? dxനെ അങ്ങോട്ട് കൊണ്ടുപോവുക. സോ എക്സിനെയും വൈനെയും 2 സൈഡിലായിട്ട് കിട്ടും. അപ്പോൾ dy ഈക്വൽ ടു 2dx, 2 സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഡിവൈൻ്റെ ഇൻ്റഗ്രൽ പറഞ്ഞാൽ ഇൻ്റഗ്രൽ dy പറഞ്ഞാൽ എന്താ? ഇൻ്റഗ്രൽ 1dy. ഇൻ്റഗ്രൽ 1dy പറഞ്ഞാൽ y, 2 കോൺസ്റ്റൻറ്റ്, അപ്പോൾ 2x പ്ലസ് സി. സോ y ഈസ് ഈക്വൽ ടു 2x പ്ലസ് സി. ഇത് 2 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഈ ക്വസ്റ്റ്യൻ്റെ വേറൊരു ഫോം നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. dy/dx ഈക്വൽ ടു 2y. നമ്മൾ ക്ലാസ്സിൽ ചെയ്തത് ky-യും 5y-യും ആണ് ചെയ്തത്. സോ ഈ ഒരു ക്വസ്റ്റ്യനും എക്സാമിന് ചോദിക്കാം. 3 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്. സോ എന്ത് ചെയ്യും? നമ്മൾ dxനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു, y-നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. സോ dy/y is equal to 2dx, 2 സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. log y is equal to 2x plus c. ഇങ്ങനെ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു y is equal to എന്തായിരുന്നു? നമ്മൾ k e raised to 2x ആണ്. ലോഗ് ഇങ്ങോട്ട് പോകുമ്പോൾ e raised to 2x ആവും, പ്ലസ് സി ക്യാപിറ്റൽ A ആവും. സോ നമ്മൾ ക്ലാസ്സിൽ അങ്ങനത്തെ 2 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, 2 or 3 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. സോ ആ ക്വസ്റ്റ്യൻസ് നോക്കാം. 3 മാർക്കിന് ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് 3 മാർക്കിന് ചോദിക്കുന്ന ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നതാ, ഫൈൻഡ് ദി ഏരിയ ബൗണ്ടഡ് ബൈ ദി കർവ് x plus sin x, the x-axis and the ordinates at x equal to 0 to π/2. എങ്ങനെ ചെയ്യാം? സി ക്വസ്റ്റ്യൻ ആട്ടോ ഞാൻ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചെയ്യാം? ഏരിയ ആണ് കാണേണ്ടത്, ബൗണ്ടഡ് വിത്ത് x-axis ആണ്. ഫോർമുല എന്ത് വരും? ഇൻ്റഗ്രൽ a to b y dx. സോ ഇവിടെ ചെയ്യുന്നത് നോക്കാം നമുക്ക്. ഇതാ ഇൻ്റഗ്രൽ a to b y dx, ലിമിറ്റ് ഫ്രം 0 to π/2. അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 മൈനസ് പ്ലസ് സൈൻ എക്സിൻ്റെത് മൈനസ് കോസ് എക്സ്, ലിമിറ്റ് ഫ്രം 0 to π/2. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക, ആൻസറായി. ലിമിറ്റ് കൊടുത്തൊക്കെ ചെക്ക് ചെയ്യുക കേട്ടോ, വെരിഫൈ ചെയ്യുക. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. സോ ഇത്രയാണ് 3rd മൊഡ്യൂളിലെയും 4th മൊഡ്യൂളിലെയും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ്. സോ ഇത് ക്വസ്റ്റ്യൻസ് ചോദിച്ച ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ 2 വർഷമായിട്ട് ചോദിച്ചത്. ഇതിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടില്ല. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കൊണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത് ഈ ഓരോ ക്വസ്റ്റ്യനും റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഏത് പോർഷനിലാണോ ഓരോ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ആ പോർഷനിൽ ബാക്കി ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ നോക്കുക. ഓക്കെ, അതുപോലെ എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏത് ഏരിയ പഠിച്ചാൽ ഏകദേശം കൂടുതൽ മാർക്ക് കിട്ടും, ഇതൊക്കെ നന്നായിട്ട് പ്ലാൻ ചെയ്ത് നന്നായി പഠിച്ചിട്ട് പോവുക. അപ്പം നന്നായിട്ട് എഴുതി പഠിക്കുക. അതുപോലെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് എഴുതി പഠിക്കുക. ഇനി കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഇനി ഒരു 4 ദിവസം കൂടിയേ ഉള്ളൂ. സോ നന്നായിട്ട് എഴുതി പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പാസ്സാവുള്ളൂ. സോ മാക്സിമം നന്നായിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു.